A square pyramid, 50 mm edge of base, done a square pyramid. Okay. Square pyramid 50 mm edge of base, 50 mm, 50 mm edge of base, height 70. Or hello, height, this height is equal to 70. Rest it's based on HP. എപ്പോഴും എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് ചോദിക്കും, ഒരു പ്രോബ്ലത്തിലും വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് ചോദിക്കൂല. സെക്ഷൻ്റെ പ്രോബ്ലം അതൊരു മനസ്സിലായിക്കോ. റെസ്റ്റ് ഇറ്റ്സ് ബേസ് ഓൺ എച്ച് പി വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പാരലൽ ടു വി പി. ഓക്കെ, ബേസ് എഡ്ജ് പാരലൽ ടു വി പി എന്ന് പറയുമ്പോൾ ഇതേമാതിരി വെക്കണം, ശരിയല്ലേ? ഈ ബേസ് എഡ്ജ് ഉണ്ടല്ലോ, ഇത് വി പിക്ക് പാരലൽ, അത് വി പി ഇങ്ങനെയും എച്ച് പി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഇത് എച്ച് പി ആണെങ്കിൽ മനസ്സിലായില്ലേ, ഈ ഇതേമാതിരി ഈ ബേസ് എഡ്ജ് വി പി ഇങ്ങനെ ഉണ്ടാവില്ലോ പെർപെൻഡിക്കുലർ ആയിട്ട്. ഇത് എച്ച് പി ആണെങ്കിൽ വി പി പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാവുമല്ലോ, ആ വി പിക്ക് പാരലായിട്ടാണ് ഈ എഡ്ജ്. ഓക്കെ, ഇറ്റ് ഇസ് കട്ട് ബൈ ആൻ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഈ ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? അത് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൈൻ ടു എച്ച് പി പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറയുന്ന കട്ടിംഗ് പ്ലെയിൻ ആണ്. ഓക്കെ, അത് മനസ്സിലാക്കും. ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൈൻ ടു എച്ച് പി പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറയുന്ന കട്ടിംഗ് പ്ലെയിൻ ആണ്. എന്ന് പറഞ്ഞാൽ കട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ തന്നെ വരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിരിക്കും കട്ടിംഗ് പ്ലെയിൻ. ഓക്സിലറി എ വി പി, ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ ലൈനിൻ്റെ താഴെയായിരിക്കും എന്ത് വരിക, കട്ടിംഗ് ലൈൻ വരിക. മറ്റത് എ ഐ പി എന്ന് പറയും, ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലെയിൻ. മറ്റത് എ വി പി, ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ. ഓക്സിലറി വെർട്ടിക്കൽ സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ ലൈനിൻ്റെ താഴെയാണ് കട്ടിംഗ് ലൈൻ വരിക. ഓക്സിലറി ഇൻക്ലൈൻഡ് സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ ലൈനിൻ്റെ മുകളിലാണ് കട്ടിംഗ് ലൈൻ വരിക, കട്ടിംഗ് ലൈൻ അല്ലെങ്കിൽ സെക്ഷൻ ലൈൻ. ഓക്കെ, ഇൻ സച്ച് എ വേ ദാറ്റ് ദ ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ ഈസ് എ ട്രപ്പീസിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൂസ് പാരലൽ സൈഡ്സ് ആർ മെഷർ 40 mm and 20 mm. Draw the front view, sectional top view and true shape of the section. What is the inclination of the section plane with HP? Okay, measure the perpendicular distance between the two parallel sides. Measure the perpendicular distance between two parallel sides. Okay, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. So how to start this problem? അപ്പോൾ നമ്മൾ ആദ്യം സ്ക്വയർ പ്രിസം, ഇതാണ് നമ്മുടെ സ്ക്വയർ പ്രിസം. ഓക്കെ, സോ ദിസ് ഇസ് വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ദിസ് വൺ ഇസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഇതിങ്ങനെ പ്ലേസ് ചെയ്യുന്നത് കണ്ടില്ലേ? നോക്കുമ്പോൾ ഈ കാണുന്ന, അതായത് ഈ ബേസ് എഡ്ജ് വി പിക്ക് പാരലായിട്ട് വരിക, കണ്ടില്ലേ? ഇതേമാതിരി. ഓക്കെ, സോ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. ഈ വിധത്തിൽ പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ ദി ടോപ്പ് വ്യൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദി ടോപ്പ് വ്യൂ. ഇവിടെ ആണ് ഞാൻ സ്ക്വയർ പിരമിഡ് വരയ്ക്കാറിയാലോ, അതൊരു എക്സ് വൈ ലൈൻ വരയ്ക്കുക, ദെൻ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം, ദെൻ മെഷർ ദി ബേസ് എഡ്ജ് ഇസ് ഈക്വൽ ടു 50 ആണ്, 5 cm. ഓക്കെ, അതെടുത്തു. ദെൻ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ 5 cm എടുക്കുക. ഓക്കെ, ദെൻ അഗൈൻ പെർപെൻഡിക്കുലർ 5 cm, ദെൻ ലാസ്റ്റ്. ഓക്കെ, ഇത് ജോയിൻ ചെയ്യും ഡയഗണൽ. ഇനി നെയിമിങ് കൊടുക്കുക, ദാറ്റ് ഈസ് എ ബി സി ആൻഡ് ഡി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ്. ഇങ്ങനെ ഉണ്ടാവുക ഏകദേശം.
ഓക്കെ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സോ ജസ്റ്റ് നെയിമിങ് കൊടുത്തു എ. ഓക്കെ, അതിൻ്റെ പൊസിഷൻസ് തെറ്റിപ്പോയിട്ടുണ്ട്, അത് മാറ്റി കൊടുക്കണം. കാരണം ഇവിടെ ബേസ് എഡ്ജ് ഈക്വൽ ആയിട്ട് വി പി ആയിപ്പോയി. ഓക്കെ, അപ്പോൾ okay, അപ്പോൾ ഇവിടുത്തെ ഒബ്സർവർ the VP HP one base edge parallel to VP, this base edge also parallel to VP. നെയിമിങ് കൊടുക്കുന്നു, ഇത് D, ഇത് A, B, ആ പോയിന്റ് C. സോ ഇവിടെ അതിൻ്റെ ഒരു A dash, D dash, similarly here B dash, C dash, ഇത് അപ്പെക്സ് O ആണ്. ഇത് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ആക്സിസ്. Okay, so what about its height? Height is equal to 70 ആണ്. height. Okay, height 70 ആണ്. നമുക്ക് ജോയിൻ ചെയ്യാം. Okay, so this is A dash, D dash, where D dash will be invisible and A dash will be visible. കാരണം എ എന്ന് പറയുന്ന പോയിന്റ് ഒബ്സർവറിന്റെ ക്ലോസ് ആണ്, സോ എ ഡാഷ് വിൽ ബി വിസിബിൾ. സിമിലർ ബി എന്ന് പറയുന്ന പോയിന്റ് ഒബ്സർവറിന് അടുത്തതുകൊണ്ട് ബി ഡാഷ് വിൽ ബി വിസിബിൾ. സി എന്ന് പറയുന്ന പോയിന്റ് ഒബ്സർവറിൽ നിന്ന് അവേ ആയതുകൊണ്ട് സി ഡാഷ് ഇസ് ഇൻവിസിബിൾ ആൻഡ് സിമിലർ ഡി ഡാഷ് ഓൾസോ വിൽ ബി, സോ ഇവിടെയല്ല, ഡി ഡാഷ് വിൽ ഓൾസോ ബി ഇൻവിസിബിൾ. ഓക്കെ, നൗ ദിസ് ഇസ് ദ പോയിന്റ് ഓ ഡാഷ്. ഇനി എന്താ പറയുന്നത് ക്വസ്റ്റ്യനിൽ? സോ ദിസ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 70 ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 50. Okay, it is cut by an auxiliary inclined plane in such a way that the true shape of the section is a trapezium whose parallel sides 40 mm and 20 mm എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 40 mm and 20 mm. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് മുന്നേ എന്താണ് ട്രപ്പീസിയം വെച്ചാൽ വാട്ട് ഈസ് മീൻ ബൈ ട്രപ്പീസിയം, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ട്രപ്പീസിയം? നമ്മൾ കണ്ടിട്ടുണ്ടാവും ട്രപ്പീസിയം. ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ അതൊരു 4 സൈഡഡ് പോളിഗൺ ആണ്. ഇറ്റ് ഈസ് എ 4 സൈഡഡ് പോളിഗൺ വിത്ത് 2 sides ആർ പാരലൽ. ട്രപ്പീസിയം മീൻസ് ഇറ്റ് ഈസ് എ 4 സൈഡഡ് പോളിഗൺ. ട്രപ്പീസിയം it is a 4-sided polygon with 2 sides are parallel. ഇപ്പം പോളിഗൺ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഒക്ടഗൺ, ഇതൊക്കെ പോളിഗൺ ആണ്. ഓക്കെ, ഇതൊക്കെ പോളിഗൺ ആണ്. പോളിഗൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ക്ലോസ്ഡ് ഫിഗർ. ഇറ്റ്സ് എ ക്ലോസ്ഡ് ഫിഗർ. ഇറ്റ്സ് എ ക്ലോസ്ഡ് ഫിഗർ ഫോംഡ് ബൈ ദി ലൈൻ സെഗ്മെന്റ്സ്. അങ്ങനെ പറയാം പോളിഗണിന്. ഇപ്പം ട്രയാങ്കിൾ അതൊരു പോളിഗൺ ആണ്. സ്ക്വയർ, റെക്റ്റാങ്കിൾ, ഇവിടെ 4 സെഗ്മെന്റ് ആവില്ല, 4 ലൈൻ സെഗ്മെന്റ്. ഇവിടെ 3 ലൈൻ സെഗ്മെന്റ് ആവില്ല. അപ്പോൾ 4 ലൈൻ സെഗ്മെന്റ് ഉള്ളതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ക്വാഡ്രിലാറ്ററൽ 4 ലൈൻ സെഗ്മെന്റ്സ് ഫോം എ ക്ലോസ്ഡ് ഫിഗർ. ഇവിടെ 3 ലൈൻ സെഗ്മെന്റ്സ് ഫോംസ് എ ക്ലോസ്ഡ് ഫിഗർ. അപ്പോൾ ഇതൊരു പോളിഗൺ ആണ്. ഇത് വേറൊരു പോളിഗൺ. പെൻഡഗൺ അതൊരു പോളിഗൺ ആണ്.
ഹെക്സഗൺ അത് വേറൊരു പോളിഗൺ. ഒക്ടഗൺ 8 എഡ്ജസ് 8 എഡ്ജസ് വരും, അതും ഒരു പോളിഗണാണ്. ആ പോളിഗൺ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലൈൻ സെഗ്മെന്റ്സ് ജോയിൻ ടുഗെദർ ഫോം എ ക്ലോസ്ഡ് ഫിഗർ. അതാണ് പോളിഗണിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, polygon is a closed figure formed by line segments in the same plane. അപ്പോൾ ഇതൊക്കെ പോളിഗൺ. അപ്പോൾ ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 4 സൈഡ് പോളിഗൺ. ഇതേമാതിരി തന്നെ 4 സൈഡ് പോളിഗൺ ആണ് വിത്ത് 2 സൈഡ്സ് ആർ പാരലൽ. ഏതൊക്കെ 2 സൈഡും പാരലൽ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഇതും പാരലാണ്, പക്ഷേ ഇതും പാരലാണ്. എന്നാൽ ട്രപ്പീസിൻ്റെ കേസിൽ ഇതും പാരലാണെങ്കിൽ മറ്റേ 2 സൈഡ് പാരലൽ ആയിരിക്കില്ല, ഇങ്ങനെ വരും. ഈ സൈഡും പാരലൽ ആയിരിക്കും, ഇത് രണ്ടും പാരലൽ ആയിരിക്കില്ല. സോ ട്രപ്പീസിയം മീൻസ് ഇറ്റ് ഇസ് എ 4 സൈഡഡ് പോളിഗൺ വിത്ത് 2 സൈഡ്സ് ആർ പാരലൽ. ഇറ്റ് ഇസ് എ 4 സൈഡഡ് പോളിഗൺ വിത്ത് 2 സൈഡ്സ് ആർ പാരലൽ. ദാറ്റ് ഈസ് ട്രപ്പീസിയം. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രപ്പീസിയമാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ട്രപ്പീസിയം കിട്ടാം. അപ്പോൾ ട്രപ്പീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ട്രപ്പീസ് ഇതിന് ഡയമെൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ള ഇവിടെ ട്രൂ ഷേപ്പ് ഓഫ് എ സെക്ഷൻ ട്രപ്പീസിയം വിത്ത് ഹൂസ് പാരലൽ സൈഡ്സ് 40 and 20. ഇത് 20 ആണെങ്കിൽ ഇത് 40 ആണ്. ഞാൻ പറഞ്ഞിട്ടില്ല, 20 and 40. ഓക്കെ, അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യണം നമുക്ക് ട്രപ്പീസിയം കിട്ടണമെങ്കിൽ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് 50 ആണ്, ഇത് 50 ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വിചാരിച്ചാൽ ഇവിടുന്ന് ഒരു ലൈൻ വരച്ചല്ലോ. ഇവിടെ ലൈനില്ല, പക്ഷെ ഒരു തിൻ ലൈൻ ഇങ്ങനെ വെറുതെ വരക്കുക. സോ ദിസ് ടോട്ടൽ 50 ആണ്. അപ്പോൾ എത്ര എടുക്കണം? 40 ആകുമ്പോൾ ഒരു 20. ശരിയല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് 20 എടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് 20 എടുക്കുക. ഇതിനെന്ത് ചെയ്യണം? എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ കട്ട് ചെയ്യും. ഇത് 20യും ഇത് 20യും ആണെങ്കിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഈ ഒരു പോയിന്റ് കട്ട് ചെയ്യും. ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ ഒരു പോയിന്റ് കട്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ പോയിന്റിൽ കൂടി നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻ ഇങ്ങനെ പാസ് ചെയ്തിട്ട് അതിവിടെ കട്ട് ചെയ്യും. ഈ സ്ലാനിങ് ഇതിനെ കട്ട് ചെയ്യും. ഓക്കെ, ആ സ്ലാനിങ് ഇതിൽ കട്ട് ചെയ്യും. So this is 40, 20. ഇനി നമ്മൾ ചെയ്യേണ്ടത് mm ബേസ് എഡ്ജാണ് അടുത്തുള്ളത്. അപ്പോൾ ഈ സ്ക്വയർ പിരമിഡിൽ നിന്ന് നമുക്കൊരു ട്രപ്പീസിയം ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഫുള്ളായിട്ട് ഈ 4 സ്ലാൻഡിങ് എഡ്ജ് കട്ട് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ട്രപ്പീസിയം കിട്ടും. ഒരു സ്ക്വയർ പിരമിഡിൽ നിന്ന് നമുക്ക് ട്രപ്പീസിയം കിട്ടണമെങ്കിൽ ഈ പൊസിഷനിൽ വെക്കുക. 1 ഓഫ് ദി ബേസ് എഡ്ജ് പാരലൽ ടു VP. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യണം? ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യണം. അതുപോലെ ഓക്സ്ഫോർഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ 4 ബേസ് എഡ്ജിനെയും 4 സ്ലാൻഡിങ് എഡ്ജിനെയും കട്ട് ചെയ്യുന്ന വിധത്തിൽ ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാണുന്ന ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇതേമാതിരി ഈ വിധത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള സൈസ് ഉണ്ടല്ലോ, എഡ്ജിൻ്റെ ലെങ്ത്ത് 40യും മേലത്തെ ഭാഗത്ത് ഇത്രയല്ലേ ഉള്ളൂ, ചെറിയ ഇങ്ങനെയല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എഡ്ജിൻ്റെ ഈ ലെങ്ത്ത് കുറയും. ഇതെത്ര വരും? 20. ഇവിടെ ഇത്ര വരും? 40 വരും. 20, 40 അല്ലേ? ഇത് ഇത്ര, മറ്റൊരു ഇത്ര. സോ ഇത് 40. ഈ 40 ഇവിടുത്തെ, ഈ 20 ഇതിൻ്റെ ബാക്കിലത്തെ. കാരണം ഇത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്, ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ഇവിടെ വരും, ഈ മേലത്തെ ഈ ഭാഗം 20 വരും. ഓക്കെ.
അപ്പോൾ അത് കട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണം. സോ അതിന് നമ്മുടെ മെഷർമെൻറ്റ് 20,40 ആണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു തിൻ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 എടുക്കുക, ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 10. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഇത് 20. നെക്സ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 20 ആൻഡ് ഫ്രം ഹിയർ ടു ഹിയർ 40. 25 ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇവിടെ മേടിച്ചോ. സോ ദിസ് ഈസ് 20. അപ്പോൾ ഇവിടത്തേക്ക് 20യും ഇവിടെ നിന്ന് ഇവിടത്തേക്കോ 20. സോ മൊത്തം ഇത് 40. 20 ഇത് 10. സോ മൊത്തം 20. ഇവിടെ 20 40. ഇനി ഈ കാണുന്ന ഡിസ്റ്റൻസിന് നമ്മൾ ഈ കാണുന്ന സ്ലാൻഡിങ് കണ്ടിട്ടുണ്ടല്ലോ, അവിടേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക, അതിനെ കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇതിന് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, ഇനി ഈ കാണുന്ന പോയിന്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത് ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരും, ഇതിന് എക്സ്റ്റെൻഡ് ചെയ്താകുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, 4 പോയിന്റും കിട്ടി. ഓക്കെ, അത് കിട്ടിയതിന് ശേഷം ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയാം. ഇതൊന്നും ആവശ്യമില്ല, ഒക്കെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇതിന് നമുക്ക് നെയിമിങ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കൊടുത്തു, 2, ഇത് 3, ഇത് 4 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ AO അതിൻ്റെ മേലെ വരുന്നത് A1O. അപ്പോൾ ഫ്രണ്ടിൽ എന്താ വരിക, A'1'O'. ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ 1ഉം 4ഉം ഒരേ ലൈനിലാണ് വരിക, അല്ല ഇതിൻ്റെ നേരെ ബാക്കിലാണ് ഉള്ളത്. ഓക്കെ, 1ഉം 4ഉം. അപ്പോൾ A'(O')ൻ്റെ മേലെ 1'ഉം D'(O')ൻ്റെ മേലെ 4'ഉം ഉള്ളത്. അപ്പോൾ ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വന്നിട്ട് ഇതിവിടെ കട്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ പോയിന്റ് 1', 4', where 4' will be invisible and 1' will be visible. Similarly, in this case 2, 3 extend ചെയ്യുക, അവിടെ കട്ട് ചെയ്യും. സോ ദിസ് ഇസ് ദ പോയിന്റ് 2', 3', where 3' will be invisible and 2' will be visible. ഇനി ചെറിയ 2 പോയിന്റ് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ കട്ടിങ് ലൈൻ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, സിമ്പിൾ. ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യാം, ഈ പോയിന്റിൽ നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ 1', 2', 3', 4' ട്രപ്പീസിയം കട്ട് ചെയ്തില്ലേ, അത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വരും, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ യു ഗോട്ട് എ ട്രപ്പീസിയം. അപ്പോൾ 1 to 2, 2 to 3 and 3 to 4, 4 to 1. ഓക്കെ, ഇതിന് ഹാച്ച് ചെയ്യാം. ഇനി ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. ദെൻ പെർപെൻഡിക്കുലർ, ഇവിടുന്ന് പെർപെൻഡിക്കുലർ. ദെൻ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക ഫ്രം ഹിയർ ടു ഹിയർ. ഇത് 1,4, ഇത് 2,3 അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇവിടെ 3 ഡിസ്റ്റൻസ് ഇവിടെ വരും, ഇവിടെ മുതൽ ഇവിടെ വരെ 2 ഇവിടെ വരും. ഓക്കെ, സിമിലർലി ഫ്രം ഹിയർ ടു ഹിയർ ദാറ്റ് ഈസ് 4, ഫ്രം ഹിയർ ടു ഹിയർ ദാറ്റ് ഈസ് 1. ജോയിൻ ചെയ്യാം. ഓക്കെ, okay, then measure this length. This is equal to 40 and this one is equal to 20. That's all. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ 3 വരും, ഇവിടെ 2 വന്നു, ഇവിടെ 1, 2, 3, 4. ഇനി ഇതേമാതിരി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. സെയിം ക്വസ്റ്റ്യൻ, അതായത് എ ട്രയാങ്കുലർ പ്രിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രയാങ്കുലർ പ്രിസം, സൈഡ് ഓഫ് സെക്ഷൻ 40 ആൻഡ് ഹൈറ്റ് 60. എ ട്രയാങ്കുലർ പ്രിസം, ഇത് വേറെ തന്നെ നമുക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം.
a triangular prism. Base side 40, side of section 40, side of section 40 mm and 60 mm long. Side of section 40 mm and 60 mm long. Base side 40 and height 60 mm. Has an end on HP and axis vertical. Has an end base on HP and axis vertical. One vertical face perpendicular to VP. One vertical face perpendicular to VP. Okay. It is cut by an inclined plane such that it is cut by an inclined plane such that the true shape of the section is trapezium. Such that the true shape of the section is a trapezium of parallel sides 10 mm and 40 mm. Parallel sides 10 mm and 40 mm. Draw the sectional plan and true shape of the section. Draw the sectional plan and true shape of the section. അപ്പോൾ ഇത് സ്ക്വയർ പിരമിഡിൽ നിന്ന് ട്രപ്പീസിയം ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് എ ട്രയാംഗുലർ പ്രിസം. ദിസ് ഈസ് എ ട്രയാംഗുലർ പ്രിസം. സി, ഇതാണ് ട്രയാംഗുലർ പ്രിസം, കണ്ടില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു ട്രപ്പീസിയം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. എ ട്രയാംഗുലർ പ്രിസം സൈഡ് ഓഫ് സെക്ഷൻ. സൈഡ് ഓഫ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതേമാതിരി കംപ്ലീറ്റ് ഇത് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് മേലെ ഹാച്ചിങ് വരുമല്ലോ, അപ്പോൾ അതാണ് സൈഡ് ഓഫ് സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ട്രയാംഗുലർ പ്രിസം സൈഡ് ഓഫ് സെക്ഷൻ എന്നാലും ബേസ് എഡ്ജ് 40 mm ആൻഡ് 60 ആക്സിസ് ലെങ്ത് എപ്പോഴും ഹൈറ്റ് കൂടുതലായിരിക്കുമല്ലോ, കാരണം ബേസ് ചെറുതായിരിക്കും, ഹൈറ്റ് കൂടുതലായിരിക്കും. സോ 60 mm ലോങ് ആൻഡ് ബേസ് 40. ആസ് ആൻ എൻഡ് ഓൺ HP. എൻഡ് വരുമ്പോൾ ഇതാ ഉദ്ദേശിക്കുന്നത് ബേസ്. ഇറ്റ് ഈസ് ഓൺ HP. വൺ വെർട്ടിക്കൽ ഫേസ് ഈസ് പെർപെൻഡിക്കുലർ ടു VP. ഇതിനാണ് ഒരു വെർട്ടിക്കൽ ഫേസ്. ഈ വെർട്ടിക്കൽ ഫേസ് എങ്ങനെ വെച്ചിട്ടുള്ള VPക്ക് പെർപെൻഡിക്കുലർ. ഓക്കെ, VPക്ക് പെർപെൻഡിക്കുലർ. ഈ കാണുന്ന റെഡ് VPയും ഇത് HP ആണെങ്കിൽ ഇത് ഇതേമാതിരി വെക്കും. One vertical face is perpendicular to VP. Okay. It is cut by an inclined plane such that the true shape of the trapezium of parallel sides 10 mm and 40 mm. Okay. Another question. ട്രപ്പീസിയം നമുക്ക് ഇപ്പോൾ അറിയാമോ ശരിയാവുന്ന ഷേപ്പാണ് വരിക. അപ്പോൾ ഒരു 10 mm 40, അതാണ് ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് ഈ ട്രപ്പീസിയത്തിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള ഡിസ്റ്റൻസ് തരാം. ഓക്കെ, ചിലപ്പോൾ ഹൈറ്റ് ഓഫ് ദി ട്രപ്പീസിയം എന്ന് ഓർത്ത് തരും. ഇതിനെ പറഞ്ഞ പേരാണ്, ദിസ് ഈസ് കോൾഡ് ഹൈറ്റ് ഓഫ് ദി ട്രപ്പീസിയം. ഹൈറ്റ് ഓഫ് ദി ട്രപ്പീസിയം. ഹൈറ്റ് ഓഫ് ദി ട്രപ്പീസിയം എന്നാണ് പറയാം. സോ ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം? അപ്പോൾ ഇവിടെ നമ്മൾ XY ലൈൻ വരച്ചു, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, then ഇവിടുന്ന് ട്രയാങ്കിൾ ആർക്ക് വരക്കുക. ഇതേ ലെങ്ത് എടുക്കുക, 2 ആർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ സ്ക്വയർ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂ കിട്ടും. പെർഫെക്റ്റ് ആയിട്ടില്ല.
ഇതേമാതിരി ഇങ്ങനെ വെച്ചോ. അപ്പോൾ ഈ സ്ക്വയർ പിരമിഡിൻ്റെ ട്രയാങ്കുലർ പ്രിസം അതിൻ്റെ ടോപ്പ് വ്യൂ ഞാനിപ്പോൾ ഇവിടെ പേര് കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ABC. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ വേണമെങ്കിൽ കട്ട് ചെയ്യും, ഈ കോർണറും ഇതിൻ്റെ മിഡ് പോയിന്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ആക്സസ് ലൈൻ ഇതാ കണ്ടുപിടിച്ചു. പക്ഷേ ഈ ലൈൻ അവിടെ വെക്കാൻ പാടില്ല, കാരണം ഇത് ലൈൻ അവിടെ വെച്ചാൽ എന്തായി മാറി, അത് ട്രയാങ്കുലർ പിരമിഡായി മാറി. ബട്ട് വി നോ ദാറ്റ് ഇറ്റ്സ് എ സ്ക്വയർ ട്രയാങ്കുലർ പ്രിസം. സോ ദിസ് ഈസ് ദി ആക്സസ്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കണക്കാണ്. സോ ദിസ് ഈസ് B ഡാഷ്, ഇത് A ഡാഷ് C ഡാഷ്. അപ്പോൾ ടോപ്പ് വ്യൂവിലുള്ള എല്ലാ പോയിന്റും ലൊക്കേറ്റ് ചെയ്തു, ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്തു. ഇനി ഇൻവിസിബിൾ വിസിബിൾ മാർക്ക് ചെയ്യാം. സോ ഹിയർ C ഡാഷ് വിൽ ബി ഇൻവിസിബിൾ. ദെൻ ദിസ് ഈസ് ദി ആക്സിസ്. whatever its height, this height is given, that is equal to 60. അപ്പോൾ അപ്രോക്സിമേറ്റ് ഇവിടെ വരും. ഇതിന് ഇവിടെ പാരല്, ഇവിടുന്ന് പാരല് വരച്ചു. ഓക്കെ. ഇനി മേലെ പോയിന്റ് മാർക്ക് ചെയ്യാം, ടോപ്പിൽ അപ്പർ പോയിന്റ് ABCDEF. അപ്പോൾ ഇത് മേലെ മാർക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഇതിവിടെ എന്ത് വരും, E ഡാഷ്. ഓക്കെ. അപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ മുമ്പിലായിട്ട് ഇതിൽ വിസിബിളും ഇൻവിസിബിളും മാർക്ക് ചെയ്യാം. ഇവിടെ A ഇൻവിസിബിൾ, B ഇൻവിസിബിൾ, C ഇൻവിസിബിൾ. ഓക്കെ. സിമിലർലി D എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ D ഡാഷ്, F ഡാഷ് അതിൻ്റെ ബാക്കിൽ വരും. അതേമാതിരി E എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ E ഡാഷ്. ഓക്കെ. അവിടെ ഒത്തിരി പോയിന്റേ ഉള്ളൂ. ദെൻ കഴിഞ്ഞല്ലോ, ഇത്രയേ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സസ് ലൈനാണ്. ഓക്കെ. അപ്പോൾ ബേസ് വരച്ചു, ബേസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരച്ചു. ബോട്ടം ബേസ് വരച്ചു, ബോട്ടം ബേസിൻ്റെ മേലെയുള്ള പോയിന്റ് മാർക്ക് ചെയ്തു, ബോട്ടം ബേസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരച്ചു. ഇനി ടോപ്പ് ബേസാണ് വരക്കാൻ പോകുന്നത്. ടോപ്പ് ബേസിൻ്റെ ഇവിടുത്തെ പോയിന്റ് ഏതൊക്കെയാണ്, ABC, നെക്സ്റ്റ് DEF. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്തൊക്കെ വരിക, ഇവിടെ B ഇവിടെ ലൊക്കേറ്റ് ചെയ്തു, ഇനി E ബാക്കിയുള്ളത്. അപ്പോൾ E ഇവിടെ വരണം, E ഡാഷ്. C,F, C ലൊക്കേറ്റ് ചെയ്തു, ഇനി F ബാക്കിയുള്ളത്. സോ F ഡാഷ് വിൽ കം ഹിയർ. A,D, A ലൊക്കേറ്റ് ചെയ്തു, ഇനി D ബാക്കിയുള്ളത്. സോ D ഡാഷ് വിൽ കം ഹിയർ. ഓക്കെ. ഇനി നമ്മൾ E എന്ന് പറയുമ്പോൾ E ഡാഷ്, അത് ഓക്കെ. നെക്സ്റ്റ് ഇവിടെ ബാക്കിയുള്ളതൊക്കെ വേണ്ടത് നമ്മൾ ഫ്രണ്ട് വ്യൂ, ബോട്ടം ബേസിൻ്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആക്കി. ഇനി ടോപ്പ് ഇതിൻ്റെ നമുക്ക് ബാക്കിയുള്ളത്. ഇനി ഏതൊക്കെ ഹിഡൻ ഏതൊക്കെ വിസിബിൾ അത് മാർക്ക് ചെയ്യാം. ഇവിടെ F,D, F ഇവിടെ D ഇവിടെ ഉണ്ട്. അപ്പോൾ D എന്ന് പറയുന്നത് ഒബ്സർവറിൻ്റെ അടുത്തായത് കൊണ്ട് D ഡാഷ് വിൽ ബി വിസിബിൾ ആൻഡ് F ഡാഷ് വിൽ ബി ഇൻവിസിബിൾ. സിമിലർലി അത് ഓക്കെ. ഇനി ടോപ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത് ABC എന്ന് പറയുന്നതെല്ലാം ഇൻവിസിബിൾ ആയിരിക്കും ആൻഡ് DEF എന്ന് പറയുന്നത് വിസിബിൾ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി പറയുന്നത് ഇറ്റ് ഈസ് നമുക്ക് ട്രപ്പീസിയമാണ് വേണ്ടത്. ആ ട്രപ്പീസിയം എന്താണ്, ട്രപ്പീസിയം. അപ്പോൾ ഈ ട്രയാങ്കുലർ പ്രിസത്തിൽ നിന്ന് ട്രപ്പീസിയം കിട്ടണം നമുക്ക്, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. So one vertical face, it is cut by an inclined plane such that the true shape of the section is a trapezium of parallel sides 10 mm and 40 mm. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു ഷേപ്പാണ് നമുക്ക് വരുന്നത്, ട്രപ്പീസിയം. അപ്പോൾ ഇത് 10ഉം ഇത് 40ആണ്. അപ്പോൾ ഇത് 40. ഓക്കെ. സോ ഈ 40 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. 10 എന്ന് പറയുന്നത് ഇവിടെ എവിടെയായിട്ട് വരിക. ഇത് 40 എന്ന് മനസ്സിലായി. ഇനി 10 അപ്പോൾ എവിടെ വരും. സോ ഞാൻ ഇവിടുന്ന് ഒരു തിൻ ലൈൻ ഇങ്ങോട്ടേക്ക് വരക്കുന്നു, ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക്. ഇത് 20 ആണ്, ഇത് 20 ആണെന്ന് മനസ്സിലായി. ഇനി കഴിച്ച് മറ്റൊരു 10 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 5 ഇങ്ങോട്ടേക്ക് എടുക്കും, ഒരു 5 അങ്ങോട്ടേക്ക് എടുക്കും. ഇതിന് ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിവിടെ കട്ട് ചെയ്തില്ലേ, ഇതിങ്ങനെ ഇവിടെ കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്യും.
അപ്പോൾ ഞാൻ പറഞ്ഞ ആക്സിസിനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യണം അറ്റ്ലീസ്റ്റ് മിനിമം, അല്ല ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. ആക്സിസിനെ ക്രോസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ട്രപ്പീസിയം കിട്ടും. ഓക്കെ, പിരമിഡിന്റെ കേസിൽ ഓർമ്മില്ല, ആക്സിസിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് 14 ആയതുകൊണ്ട് കട്ടിംഗ് പ്ലെയിന് പാസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ ഈ ഭാഗത്താണ്. മറ്റേത് ഏതിൽ കൂടി പാസ് ചെയ്യണം? ഇതിൽ കൂടി പാസ് ചെയ്ത് ശരിയാവുമോ? ശരിയാവില്ല. കാരണം നോക്കി നിങ്ങൾ ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒറ്റൊരു പോയിന്റ് കിട്ടും. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. അപ്പോൾ ഇത്ര 3 പോയിന്റ് ആവും. നടക്കൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേസിനെ കട്ട് ചെയ്യുന്ന സമയത്ത് 2 പോയിന്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പോയിന്റ് വന്നു, ഇവിടെ ഓൾറെഡി ആയിട്ട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, പിന്നെ ഇതിൽ ഇവിടെ ഒരു പോയിന്റ് വരും. ഓക്കെ, ഇതെങ്ങനെ വരും? അപ്പോൾ ഇവിടെ പോയിന്റ് കിട്ടി, ഇവിടെ പോയിന്റ് കിട്ടി, ഇവിടെ പോയിന്റ് വന്നു, ഇവിടെ പോയിന്റ് വന്നു. അങ്ങനെ എത്ര കിട്ടി? 4 പോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇവിടുന്ന് പ്രൊജക്ടർ ലൈൻ എടുക്കുക, നേരെ പോയിട്ട് എവിടെ കട്ട് ചെയ്യണം? ഇവിടെ കട്ട് ചെയ്യും. ഓക്കെ, നെയിം കൊടുക്കുവാണ് 1 2 3 4. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ നെയിമിങ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, ഈ ചെറിയ ഡിസ്റ്റൻസ് ഉള്ള ഭാഗമുണ്ടല്ലോ അത് മേലെ വരണം. ചെറിയ ഡിസ്റ്റൻസ് ഉള്ള ഭാഗം മേലെ വരണം. ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ. ഓക്കെ, അതിന് ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ. അത് ഓർമ്മിക്കുക. ചെറിയ ഡിസ്റ്റൻസ് ഉള്ള ഭാഗം പിരമിഡിൻ്റെ കേസിലായാലും പ്രിസത്തിൻ്റെ കേസിലായാലും ഇങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ, 40 mm 60 mm long, has its end on axis body 1 vertical VP. It is cut by an inclined plane such that the true shape of the section is a trapezium of parallel sides 10 mm and 40 mm. Draw the sectional plan and the true shape of the section. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ഇതിൽ കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മൊത്തം ഹൈറ്റ് ഇപ്പോൾ എത്ര വരിക? ദിസ് ഈസ് ഈക്വൽ ടു സപ്പോസ് ദിസ് ഈസ് ഈക്വൽ ടു ഒരു 60. ഇറ്റ് ഈസ് ഗിവൺ ആണ് 60. അപ്പോൾ 30. അപ്പോൾ 30നെക്കാട്ടും സകലം വലുതായിട്ട് ഒരു 60 ഒരു 45 സംതിങ്, അതായത് ഇതിനെക്കാട്ടും വലിയ ഡിസ്റ്റൻസിൽ ഇവിടെ കട്ട് ചെയ്യാം. എനി ലെങ്ത്. ഇപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് തന്നെന്ന് വിചാരിച്ചോ, ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് 17 അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 7 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഈ പോയിന്റ് സെൻറ്ററാക്കിയിട്ട് കട്ട് ചെയ്യണം. ഇവിടെ ഹൈറ്റ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് എനി ലെങ്ത് യു ക്യാൻ ടേക്ക് ഇറ്റ്, ബട്ട് ദാറ്റ് ലെങ്ത് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ ദിസ് പോയിന്റ് ആൻഡ് ദിസ് പോയിന്റ്. ഈ ബോട്ടത്ത് കാണുന്ന ഈ പോയിന്റിനും ഈ പോയിന്റിനും ഇടയിലുള്ള സംവെയർ ഇവിടെ മുതൽ ഇവിടെ മുതൽ ലെങ്ത് മെഷർ ചെയ്യാം. അതായത് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഇങ്ങനെയോ എനി ലെങ്ത് എടുക്കുക, ഇത് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ടിങ് പ്ലെയിൻ കാണുന്നു. ഓക്കെ, സോ ദിസ് ഈസ് അവർ കട്ടിങ് പ്ലെയിൻ, കട്ടിങ് ലൈൻ. ഇനി ഇത് പാസ് ചെയ്യുന്ന പോയിന്റ് എടുക്കാം. കട്ടിങ് ലൈന് പാസ് ചെയ്യുന്ന പോയിന്റ് ഇതാ എ ഡാഷ് ഡി ഡാഷിൻ്റെ വേറൊരു പോയിന്റ് ഉണ്ട്, അത് 1 ഡാഷിന് കൊടുത്തു. അതേമാതിരി സി ഡാഷ് ഡി എഫ് ഡാഷിന് വേറൊരു പോയിന്റ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പിന്നെ ബേസ് അല്ലേ, ഇത് 1,2, ഇവിടെ 1 ഡാഷ് 2 ഡാഷ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് 1,2 കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ 3 ഡാഷിനാണ് കൊടുക്കുന്നത്. ഇത് 3 ഡാഷ്, ഇത് 1 ഡാഷ് 2 ഡാഷ്. 2 ഡാഷ് ബ്ലാക്ക് പിന്നിലായതുകൊണ്ട് ഇൻവിസിബിൾ. ദെൻ ഇവിടെ 4 ഡാഷിന് കൊടുക്കാം. 4 ഡാഷ് ഓൾസോ വിൽ ബി ഇൻവിസിബിൾ. ഇത് 3 എന്ന് പറയുന്ന പോയിന്റാണ്, ഇത് 4 എന്ന് പറയുന്ന പോയിന്റ്. 3 ഈസ് വിസിബിൾ, 4 ഈസ് ഇൻവിസിബിൾ. ഇൻവിസിബിൾ എന്ന് പറയാൻ പറ്റില്ല. 3 dash is visible, 4 dash is invisible. So when you look from top, after doing this cut section, you just remove this part. Now you can eliminate the E എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഉണ്ടാവും. F dash, D dash ഉണ്ടല്ലോ, ഇത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കുകയായിരുന്നു. ഏത് ഭാഗം? ഇവിടെ കാണുന്ന ആ ബ്ലൂ പാർട്ട് ഉണ്ടല്ലോ, ബ്ലൂവിൻ്റെയാണോ? ഓക്കെ, ഇത്രയും ഭാഗം നമ്മൾ റിമൂവ് ചെയ്തു, കാരണം നമുക്ക് ആവശ്യമില്ല.
അപ്പോൾ എഫ് ഡാഷ് കൊമ ഡി ഡാഷ്, ഈ എഫും ഡി എവിടെയുള്ള ഇത് വേണ്ട, അത് ഒഴിവാക്കി. ബാക്കിയുള്ള പോയിന്റ് എവിടെയുണ്ട്? അപ്പോൾ ഏതൊക്കെ പോയിന്റ് ഇപ്പോൾ ഇവിടെയുള്ള ഇ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടാവും, ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്, 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്, 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടാവും. എഫ് കൊമ ഡി അതുണ്ടാവില്ല, അത് കാരണം സെക്ഷൻ ചെയ്ത് കഴിഞ്ഞല്ലോ, അത് ഒഴിവാക്കി. 3 ഇവിടെ ഉണ്ടാവും, 4 ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഈ കാണുന്ന ഭാഗങ്ങൾ ഹാച്ച് ചെയ്യാം അപ് ടു ഹിയർ, കാരണം ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ഇത് അവിടെ തന്നെ ഉണ്ട് കണ്ടോ. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ട്രൂ ഷേപ്പ് ഇത് ട്രപ്പീസിയമാണ് വരക്കേണ്ടത്. ഇങ്ങനെ വരക്കുക പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് 1,2 ആൻഡ് ദിസ് ഈസ് 3,4. 3,4. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഇത്രയും ഡിസ്റ്റൻസ് 2 ആണ്, ഇത്രയും ഡിസ്റ്റൻസ് 1 ആണ്. അപ്പോൾ ന്യൂ റെഫറൻസ് ലൈനിന് ഇത് 2 വരും, ഇത് 1 വരും. ഓക്കെ, നെക്സ്റ്റ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4ഉം ഇത്രയും ഇത് 3ഉം വരും. ഓക്കെ, ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യാം. Now this is 45 degree angle. അപ്പം ഇതേപോലെ ഇത് 10 അല്ലേ, സോ ദിസ് ഇസ് 10 ആൻഡ് ദിസ് വൺ ഈസ് 40. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രയാങ്കുലർ പ്രിസം തന്നിട്ടാകുമ്പോൾ നിങ്ങളോട് ട്രപ്പീസിയം ഫോം ചെയ്യാൻ പറഞ്ഞാൽ യു ഹാവ് ടു കട്ട് ലൈക്ക് ദിസ്. അതായത് കട്ടിംഗ് പ്ലെയിനിൻ്റെ ടോപ്പ് ഫേസിൽ കൂടി പാസ് ചെയ്യണം, അതേമാതിരി കട്ടിംഗ് പ്ലെയിന് വേറെയിൽ കൂടി പാസ് ചെയ്യണം. വെർട്ടിക്കൽ ഫേസിൻ്റെ ഫേസ് എഡ്ജ് ഉണ്ടല്ലോ, ഫേസ് എഡ്ജ് വെർട്ടിക്കൽ ഫേസ് എഡ്ജ്, ഇതിനെപ്പറ്റി ഫേസ് എഡ്ജ്, ആ ഫേസ് എഡ്ജ് കൂടി പാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹൈറ്റ് ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് ഗിവൺ ആണെങ്കിൽ ഇതിന് സെൻറ്റർ ആക്കിയിട്ട് 100 ആണെങ്കിൽ 100th റേഡിയസ് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യാം. എന്നിട്ട് വേണം നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രപ്പീസിയം വരയ്ക്കാം. അപ്പോൾ ഇത് എത്ര വരും? ഇത് നമുക്ക് 100 കിട്ടും. പക്ഷെ ഇവിടെ ഹൈറ്റ് ഒന്നും മെൻഷൻ ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു കൺവീനിയൻറ്റ് ലെങ്ത്തിൽ വരക്കാം. എന്നിട്ട് എത്രയാണ് ഹൈറ്റ് നമ്മൾ കിട്ടുന്നത്, ഇവിടെ കൂടി സെൻറ്റർ പോയിന്റിലേക്കുള്ള ഹൈറ്റ് മെഷർ ചെയ്യുക. അത് എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുക, 80 70 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പ്രോബ്ലം.